റിയൽമിയുടെ 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ പുതുതായിട്ട് ലോഞ്ച് ചെയ്ത 5G ഫോണാണ് റിയൽമി X7. ഇതേ പ്രൈസ് റേഞ്ചിൽ റിയൽമിയുടെ മറ്റൊരു ഫോണും കൂടി വരുന്നുണ്ട്, അത് റിയൽമി 7 Pro ആണ്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് റിയൽമി X7 5G എന്ന ഫോണിനെയും റിയൽമി 7 Pro എന്ന ഫോണിനെയും ഡീറ്റെയിൽഡ് കമ്പയർ ആണ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലൂടെ കിടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. നേരെ വീഡിയോയിലോട്ട്. ആദ്യം ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ രണ്ട് ഫോണിലും അത്യാവശ്യം സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. രണ്ട് ഫോണിലും 6.4 ഇഞ്ചിൻ്റെ ഫുൾ HD+ സൂപ്പർ അമോൾഡ് ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. രണ്ട് ഫോണിലും 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 120 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും കൂടി രണ്ട് ഫോണിലും വരുന്നുണ്ട്. രണ്ട് ഫോണിൻ്റെ ക്യാമറ വരുന്നത് പഞ്ച് ഹോളിലായിട്ടാണ്. ടോപ്പ് ലെഫ്റ്റിലാണ് ക്യാമറ വരുന്നത്. 20:9 എന്ന ആസ്പെക്ട് റേഷ്യോയിലാണ് രണ്ട് ഫോണും വരുന്നത്. ഇനി ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ രണ്ട് ഫോണിലും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. റിയൽമി X7 5G എന്ന ഫോണിൽ 176 ഗ്രാം വെയ്റ്റോടെ 8.1 mm തിക്നെസ്സോട് കൂടിയാണ് വരുന്നത്. എന്നാൽ റിയൽമി 7 Proയിൽ 182 ഗ്രാം വെയ്റ്റോട് കൂടി 8.7 mm തിക്നെസ്സോട് കൂടിയാണ് റിയൽമി 7 Pro വരുന്നത്. അപ്പോൾ കുറച്ചുകൂടി ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഫോൺ റിയൽമി X7 5G ആണ്. എന്നാൽ ഇതിൻ്റെ ഡിസൈൻ രണ്ടിലും വലിയൊരു ചേഞ്ച് തന്നെ ഇതിൽ കാണുന്നുണ്ട്. ഏതായാലും ഡിസൈൻ എന്നത് ഓരോരുത്തരുടെയും പേഴ്സണൽ പ്രിഫറൻസ് ആണ്. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡിസ്പ്ലേ ഭാഗത്ത് കാര്യമായ ഒരു മാറ്റവും ഈ രണ്ട് ഫോണിലും നമുക്ക് ഉണ്ടാവുന്നതല്ല. ഏത് ഫോൺ എടുത്താലും ഏകദേശം സെയിം ആയിട്ടുള്ള പെർഫോമൻസ് തന്നെയായിരിക്കും രണ്ട് ഫോണിലും നമുക്ക് ലഭിക്കുന്നത്. ഇനി ഇതിൻ്റെ ക്യാമറയുടെ സൈഡിലേക്ക് വന്നാൽ രണ്ട് ഫോണിലും 64 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. റിയൽമി X7ൽ 64 മെഗാ പിക്സലിൻ്റെ ട്രിപ്പിൾ റിയർ ക്യാമറയും റിയൽമി 7 Proയിൽ 64 മെഗാ പിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. റിയൽമി X7ൽ 64 മെഗാ പിക്സലിൻ്റെ ഒരു മെയിൻ ക്യാമറയും 8 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡും 2 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ ലെൻസുമാണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ റിയൽമി 7 Proയിൽ 64 മെഗാ പിക്സലിൻ്റെ ഒരു മെയിൻ ക്യാമറയും 8 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡും 2 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ ലെൻസും 2 മെഗാ പിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറുമാണ് കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല റിയൽമി 7 Proയിൽ സോണി IMX എന്ന ഒരു സെൻസറാണ്, അതിൻ്റെ ഒരു ലെൻസാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു യെല്ലോ ടൂണൊക്കെ വരുന്ന ഒരു പ്രശ്നം റിയൽമി 7 Proയിൽ കാണുന്നുണ്ട്. എന്നാൽ റിയൽമി X7 5Gയിൽ ഒരു പ്രശ്നവുമില്ലാത്തൊരു മികച്ച ഒരു ക്യാമറ തന്നെയാണ്. ഏതായാലും നല്ലൊരു മാക്രോ ഷൂട്ടും ഒരു ഡെപ്ത് ഷൂട്ടൊക്കെ എടുക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് റിയൽമി 7 Pro ആയിരിക്കും ബെസ്റ്റ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് റിയൽമി X7 5G തന്നെയാണ് ഏറ്റവും ബെസ്റ്റായിട്ട് ഇവിടെ വരുന്നത്. ഇനി ഇതിൻ്റെ സെൽഫി ക്യാമറയിലേക്ക് വന്നാൽ റിയൽമി X7ൽ 16 മെഗാ പിക്സലിൻ്റെ ഒരു സിംഗിൾ ക്യാമറയും റിയൽമി 7 Proയിൽ 32 മെഗാ പിക്സലിൻ്റെ ഒരു സിംഗിൾ ക്യാമറയുമാണ് കൊടുത്തിട്ടുള്ളത്. ഏതായാലും ഒരു സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ റിയൽമി 7 Pro തന്നെയാണ് ബെസ്റ്റ്. ഏതായാലും ഇതിൻ്റെ ക്വാളിറ്റി ചില സമയത്ത് റിയൽമി X7ലായിരിക്കും, ചില സമയത്ത് റിയൽമി 7 Proയിലായിരിക്കും. അപ്പോൾ ക്യാമറയുടെ ഭാഗത്ത് ഒരു സ്പെസിഫിക്കേഷൻ ബേസിലുള്ള സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ റിയൽമി 7 Pro ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ ഔട്ട്പുട്ട്, അതായത് ക്യാമറ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഏകദേശം, അതായത് അത്യാവശ്യം ഒരേപോലെ നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് ലഭിക്കും. ചില സമയത്ത് റിയൽമി 7 Pro ആയിരിക്കും, ചില സമയത്ത് റിയൽമി X7 ആയിരിക്കും. അപ്പോൾ ക്യാമറയുടെ ഭാഗത്തുള്ള ഒരു കമ്പാരിസൺ ഇതാണ്. ഇനി ഇതിൻ്റെ പെർഫോമൻസിൻ്റെ സൈഡിലേക്ക് വന്നാൽ റിയൽമി X7ൽ മീഡിയാടെക്കിൻ്റെ ഡിമെൻസിറ്റി 800U എന്നൊരു ചിപ്സെറ്റാണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ റിയൽമി 7 Proയിൽ സ്നാപ്ഡ്രാഗൺ 720G എന്നൊരു ചിപ്സെറ്റാണ് കൊടുത്തിട്ടുള്ളത്. റിയൽമി X7ൽ മാലി G57 എന്നൊരു GPUയും റിയൽമി 7 Proയിൽ അഡ്രിനോ 618 എന്ന ഒരു GPUമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ചിപ്സെറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഡൈമെൻസിറ്റിയുടെ 800U എന്നൊരു ചിപ്സെറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ GPUയും മാലി G57 എന്ന റിയൽമി X7ൻ്റെ GPU തന്നെയാണ്. മാത്രമല്ല ഇതിൽ 5G സപ്പോർട്ടും കൂടിയുണ്ട്. അപ്പോൾ ഒരു ബെറ്ററായ പെർഫോമൻസ് നിങ്ങൾക്ക് റിയൽമി X7ൽ നിന്നും ലഭിക്കുന്നതാണ്. എന്ന് വെച്ച് റിയൽമി 7 Pro ഒരു മോശം പെർഫോമൻസ് ഒന്നുമല്ല, ഒരു മികച്ചൊരു പ്രൊസസ്സർ തന്നെയാണ്. ഏതായാലും ഇതിനേക്കാളും കുറച്ച് ബെറ്ററായ ഒരു ചെറിയൊരു മാറ്റം നിങ്ങൾക്ക് റിയൽമി X7ൽ കാണാവുന്നതാണ്. അപ്പോൾ പെർഫോമൻസിൻ്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്ററായ ഒരു പെർഫോമൻസ് നിങ്ങൾക്ക് X7ൽ നിന്നും ലഭിക്കുന്നതാണ്.
ഇനി ഇതിൻ്റെ ബാറ്ററിയുടെ സൈഡിലേക്ക് വന്നാൽ റിയൽമി X7ൽ 4310 mAh ഒരു ബാറ്ററിയും 50 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ്ങും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ റിയൽമി 7 Proയിൽ 4500 mAh ഒരു ബാറ്ററിയും 65 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാറ്ററിയുടെ ഭാഗം നോക്കുകയാണെങ്കിൽ ഒരു മികച്ച ഒരു ബാറ്ററി സെറ്റപ്പും ഒരു ഫാസ്റ്റ് ചാർജിങ്ങും ലഭിക്കുന്നത് നിങ്ങൾക്ക് റിയൽമി 7 Proയിൽ തന്നെയാണ്. ബാറ്ററി നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ റിയൽമി 7 Pro നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. രണ്ട് ഫോണിലും 6GB-യും 8GB-യുമുള്ള വേരിയൻറ്റുകൾ ലഭ്യമാണ്. UFS 2.1 ആണ് രണ്ട് ഫോണിൻ്റെയും സ്റ്റോറേജ് ടൈപ്പ്. റിയൽമി 7 Proയിൽ ഒരു ഹൈലൈറ്റ് ആയിട്ട് ഉള്ളത് റിയൽമി X7ലേക്കാൾ ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഡെഡിക്കേറ്റഡ് സിം കാർഡ് സ്ലോട്ടാണ്. അപ്പോൾ റിയൽമി X7ൽ ഡെഡിക്കേറ്റഡ് സിം കാർഡ് സ്ലോട്ട് ലഭിക്കുന്നില്ല. അത് റിയൽമി 7 Proൻ്റെ ഒരു ഹൈലൈറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിയൽമി X7ൽ സാധിക്കുന്നതല്ല. അപ്പോൾ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിയൽമി 7 Pro തന്നെ ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി റിയൽമി 7 Proയിൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ലഭിക്കുന്നുണ്ട്. മാത്രമല്ല 3.5mm ഓഡിയോ ജാക്കും കൂടി റിയൽമി 7 Proയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ 3 ഫ്യൂച്ചറും റിയൽമി X7ൽ നമുക്ക് ലഭിക്കുന്നില്ല. അത് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു രണ്ട് ഫോണിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു വ്യത്യാസമെന്ന് പറയുന്നത്. ബാക്കിയൊക്കെ ഒരു അത്യാവശ്യം സെയിം ആയിട്ടുള്ളൊരു പെർഫോമൻസും സ്പെസിഫിക്കേഷനും തന്നെയാണ്. ഇനി ഇതിൻ്റെ രണ്ട് ഫോണിൻ്റെയും പ്രൈസ് വരുന്നത് 6GB 128GB എന്ന വേരിയൻറ്റിന് 19,999 രൂപയും 8GB 128GB എന്ന വേരിയൻറ്റിൻ്റെ വില വരുന്നത് 21,999 രൂപയുമാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, റിയൽമി X7ൽ 5Gയും കൂടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ഫ്യൂച്ചറിൽ ഒരു 5G ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് റിയൽമി X7ൽ 5G ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ്. എന്നാൽ റിയൽമി 7 Pro ഒരു 4G ഫോണാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ 5G സപ്പോർട്ട് ചെയ്യുന്നില്ല. ഒരു 4G ഇൻ്റർനെറ്റ് കണക്ഷൻ ആയിരിക്കും ഇതിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നത്. അത് റിയൽമി X7ൻ്റെ ഒരു മെയിൻ പോയിൻ്റാണ്. ബാക്കിയൊക്കെ അത്യാവശ്യം സെയിം ആണ്. ഇതിൽ നിങ്ങളേത് ഫോൺ ചൂസ് ചെയ്യുമെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ രണ്ട് ഫോണുകളുടെ ഡീറ്റെയിൽഡ് കമ്പാരിസൺ എന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.